ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ചില ക്വാളിറ്റീസിനെ കുറിച്ച്, ചില ഹാബിറ്റ്സിനെ കുറിച്ച്. സോ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നേടിയെടുക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാലും, നമ്മുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും എല്ലാം നിലനിർത്തണമെങ്കിൽ, ജീവിതത്തെ കൂടുതൽ നന്നായി ആസ്വദിക്കണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ക്വാളിറ്റീസിനെ കുറിച്ചും ചില ഹാബിറ്റ്സിനെ കുറിച്ചുമാണ്. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അതിന് നമ്മുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയാനും ശ്രമിക്കുക. സോ നിങ്ങളുടെ ലൈഫിൽ പിന്നീട് ഒരു കുറ്റബോധം, റിഗ്രറ്റ് ഉണ്ടാകാതിരിക്കാൻ ഈ വീഡിയോ മുഴുവനായും കാണാനായി ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്പർ 1, ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്സ്. നമ്മുടെ എല്ലാം ലൈഫിൽ ബന്ധങ്ങളുടെ മൂല്യം എത്രത്തോളം വലുതാണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തു തന്നെയാണെങ്കിലും പല സാഹചര്യങ്ങളിലും പലരും ഇത്തരത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ഒഴിവാക്കാനും അല്ലെങ്കിൽ അതിനൊന്നും യാതൊരു വാല്യൂസും കൊടുക്കാതെ അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറാനും ശ്രമിക്കുന്നവരാണ്. നമ്മളെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയേക്കാം, എല്ലാവരിൽ നിന്നും അകന്നേക്കാം. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്തോറും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ബന്ധങ്ങളാണ് എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നെന്നാണ്. സോ നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാനും അതിനെ നിലനിർത്താനും ശ്രമിക്കുക. കുടുംബം, സുഹൃത്തുക്കൾ, മെൻറ്റേഴ്സ് ഇത്തരത്തിലെല്ലാവരുമായി നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കാനും അതിനെ നിലനിർത്താനും ശ്രമിക്കുക. സോ അതിനായി കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായി ശ്രമിക്കുക. അവരുടെ വാക്കുകൾ കേൾക്കാനായി ശ്രമിക്കുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ പൂർണ്ണമായും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. മറ്റുള്ളവരുടെ വിജയങ്ങളും ആഘോഷിക്കാനും അതിൽ സന്തോഷിക്കാനും ശ്രമിക്കുക. ബിക്കോസ് പല ആളുകളും സമയത്തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അമിതമായ ഈഗോ കൊണ്ടോ അവഗണിച്ച അല്ലെങ്കിൽ ഒഴിവാക്കിയ പല ബന്ധങ്ങളുമാണ് ഇന്ന് അവരുടെ ഏറ്റവും വലിയ റിഗ്രറ്റായി മാറിയിട്ടുള്ളത്. സോ നിങ്ങൾക്കും അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനായി ശ്രമിക്കുക. നമ്പർ 2, കൺസിസ്റ്റൻറ്റ് ക്യൂരിയോസിറ്റി. എപ്പോഴും എന്തുകൊണ്ട്, എങ്ങനെ എന്നെല്ലാം ചിന്തിക്കാനായി ശ്രമിക്കുക. നിങ്ങൾ യാതൊരു രീതിയിലും ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഇമ്പ്രൂവ് ചെയ്യാനായി സാധിക്കില്ല. സോ എപ്പോഴും ക്യൂരിയോസിറ്റി നിലനിർത്താനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും സ്വയം ചിന്തിക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതൽ ഷാർപ്പാക്കി മാറ്റാനും അത്തരത്തിൽ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുക. സോ ഇത് നിങ്ങളുടെ കോൺവെർസേഷൻ കൂടുതൽ ബെറ്ററാക്കി മാറ്റാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ അട്രാക്റ്റീവായി മാറാനും സഹായിക്കും. സോ ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ചില ഹാബിറ്റ്സ് ആണ് ഡെയിലി വായിക്കുന്നത്, അതുപോലെ യാത്ര ചെയ്യുന്നത്, ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സോ ഇതിൻ്റെ റിഗ്രറ്റ് എന്ന് പറയുന്നത് പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളാണെങ്കിലും ശരി, മുമ്പ് എപ്പോഴെങ്കിലും എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് മുമ്പ് ചെയ്യാമായിരുന്നു, ഞാനത് ചെയ്തില്ല, ഇത്തരത്തിലുള്ള തോട്ട്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലും വന്നു പോയിട്ടുണ്ടായിരിക്കാം. എൻ്റെ 20കളിൽ, എൻ്റെ 30കളിൽ, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ടൈമിൽ ഇതെല്ലാം എനിക്ക് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് അവസരവും സമയവും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിങ്ങളുടെ സമയത്ത് വെറുതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില നേരം പോക്കുകൾക്ക് വേണ്ടി പാഴാക്കിയിട്ടുള്ളവരായിരിക്കാം നമ്മളിൽ ഭൂരിഭാഗം പേരും. നമ്പർ 3, ഫിനാൻഷ്യൽ ലിറ്ററസി. പണമാണ് ഈ ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പണം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ നിലനിർത്തണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നെല്ലാം പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ പണത്തെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിനെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. സോ പണത്തെ ലാഭിക്കാനും സമ്പാദിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ മാനേജ് ചെയ്യാനും എല്ലാം പഠിക്കാനായി ശ്രമിക്കുക. സോ ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ചില ശീലങ്ങൾ. നമ്പർ 1, നിങ്ങളുടെ വരുമാനത്തിന് താഴെ ജീവിക്കാനായി ശ്രമിക്കുക. അത്തരത്തിൽ ജീവിച്ച് ശീലിക്കാനായി ശ്രമിക്കുക. നമ്പർ 2, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്പർ 3, ഒരു പാസീവ് ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. സോ എനിക്ക് 5 വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ 20കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, പണത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ സാധിച്ചില്ല എന്നല്ല പല ആളുകളും റിഗ്രറ്റ് ചെയ്യാറുണ്ട്. സോ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലരും ഒരുപാട് നിരാശപ്പെടാറുണ്ട്. നമ്പർ 4, ഹെൽത്ത് ആസ് എ പ്രയോറിറ്റി. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിരിക്കാനായി ശ്രമിക്കുക. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുന്നത് ഏത് പ്രായത്തിലും നിങ്ങളെ അട്രാക്റ്റീവ് ആൻഡ് കോൺഫിഡൻ്റ് ആക്കി മാറ്റും.
സോ ഇതിനായി നിങ്ങൾക്ക് ഡെയിലി എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, മെഡിറ്റേഷൻ, അതുപോലെ ഗുഡ് സ്ലീപ്പ് ഇതെല്ലാം ഉറപ്പുവരുത്താനായി ശ്രമിക്കുക. സോ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നതും റെഗുലറായി ഹെൽത്ത് ചെക്കപ്പ് എല്ലാം നടത്തുന്നതുമെല്ലാം നിങ്ങളെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായി സഹായിക്കും. പലരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാലക്രമേണ കെട്ടിപ്പടുത്ത മോശം ഭക്ഷണശീലങ്ങളും അവഗണിച്ചതുകൊണ്ട് തന്നെ അവരെല്ലാം ഇന്ന് അതിനൊരുപാട് വില നൽകേണ്ടതായി വന്നിട്ടുണ്ട്. നമ്പർ 5, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. കൃതജ്ഞതയുള്ളൊരു വ്യക്തിയാവുക, നന്ദിയുള്ളവനാവുക എന്നുള്ളത് നിങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ടാകാനും എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും കാരണമാകും. സോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണാനും എല്ലാ സാഹചര്യങ്ങളിലും ശക്തമായി നിലകൊള്ളാനും ഇത് നിങ്ങളെ സഹായിക്കും. സോ ഇത്തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായി എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, നിങ്ങൾക്ക് നന്ദിയുള്ള എന്തെങ്കിലും 3 കാര്യങ്ങളെക്കുറിച്ച് എഴുതാനായി ശ്രമിക്കുക. സോ പല ആളുകളും അവരുടെ ലൈഫിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ്. സോ ഇതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്കുണ്ടായിരുന്ന പലതിൻ്റെയും മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ വരികയും ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് തൻ്റെ നല്ല നിമിഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സോ ഇത്തരത്തിൽ തൻ്റെ ജീവിതത്തിലെ പല നല്ല നിമിഷങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് പിന്നീട് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ച് അവർ സ്വയം ദുഃഖിക്കുന്നു. നമ്പർ 6, ഇമോഷണൽ ഇൻ്റലിജൻസ്. മറ്റുള്ളവരുമായി സഹാനുഭൂതി പ്രകടിപ്പിക്കുമ്പോൾ വികാരങ്ങൾ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കേണ്ടതും അതിനെ നിയന്ത്രിക്കേണ്ടതും അതിനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതും വളരെ അത്യാവശ്യമായൊരു കഴിവാണ്. സോ ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ചില ഹാബിറ്റ്സാണ് നിങ്ങളുടെ പ്രതികരണങ്ങളെ പ്രതിഫലിപ്പിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ എത്തരത്തിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുക. എടുത്തുചാടി പ്രതികരിക്കുന്നതിന് പകരം ക്ഷമയോടെ ഇരിക്കാനായി ശ്രമിക്കുക. പല ആളുകളും അവരുടെ അഹങ്കാരമോ കോപമോ കാരണം അവസരങ്ങളെയും ബന്ധങ്ങളെയും തന്നെ നശിപ്പിച്ചിട്ടുള്ളവരാണ്. സോ ഇതുകൊണ്ട് തന്നെ ഒരുപാട് റിഗ്രറ്റ് നിങ്ങൾക്കും പിന്നീട് വന്നേക്കാം. സോ ഈ കാര്യത്തെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. നമ്പർ 7, ബിൽഡിംഗ് കോർ സ്കിൽസ്. നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ മെച്ചപ്പെടുത്താനായി, കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി ഒരുപാട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നൽകുന്ന ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ, ടൈം മാനേജ്മെൻറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലുള്ള സ്കിൽസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വാതിലുകൾ, അവസരങ്ങൾ തുറന്നു തരുന്ന ഒന്നാണ്. സോ ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ഹാബിറ്റ്സാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നത്, പല കോഴ്സുകളിലും ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പല ചലഞ്ചസും വെല്ലുവിളികളും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. സോ ഇത്തരത്തിൽ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ പല കഴിവുകളെയും തേച്ചു മിനുക്കാൻ നിങ്ങളെ സഹായിക്കും. സോ പല ആളുകളും കഴിവുകൾ മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്നതിനു പകരം അവ സ്വാഭാവികമായി വന്നതാണെന്ന് ചിന്തിച്ച് വർഷങ്ങൾ പാഴാക്കുന്നു. സോ പിന്നീട് ഇതിനെല്ലാം കുറിച്ച് ആലോചിച്ച് ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യും. സോ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ സമയത്തെ പാഴാക്കുകയോ നിങ്ങളുടെ സ്കില്ലിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം കുറ്റബോധത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നമ്പർ 8, ഫോളോയിങ് പാഷൻ വിത്ത് കൺസിസ്റ്റൻസി. നിങ്ങളുടെ സോൾ, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുകയും വിധിയെ ഭയപ്പെടാതെ അതിനെ പിന്തുടരാനും അതിൽ പ്രതിജ്ഞാബദ്ധമാക്കുകയും ചെയ്യുക. സോ ഇതിനായി നിങ്ങൾക്ക് ഹോബികൾ, കല അല്ലെങ്കിൽ കാരണങ്ങൾ എന്നിവയ്ക്കായി സമയം മാറ്റിവെക്കാം. പല ആളുകളും ഭയം അല്ലെങ്കിൽ സാമൂഹിക പ്രതീക്ഷകൾ കാരണം നേരത്തെ അഭിനിവേശം, അവരുടെ പാഷൻ പിന്തുടരുന്നില്ല. സോ ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ഒരുപാട് റിഗ്രറ്റ് അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്. സോ നിങ്ങളും ഇത്തരത്തിൽ സമയം പാഴാക്കാതെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനെ കണ്ടെത്താനായി ശ്രമിക്കുക. നമ്പർ 9, അഡാപ്റ്റബിലിറ്റി. സോ എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള കഴിവ് നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. സോ പലർക്കും അതിനുള്ള കഴിവുണ്ടായിരിക്കില്ല, ചില ആളുകൾക്കാണെങ്കിൽ അതിനുള്ള കഴിവുണ്ടായിരിക്കാം. സോ എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കേണ്ടതും അതുമായി പൊരുത്തപ്പെടേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ നമ്മൾ കാലത്തിനനുസരിച്ച് പരിണമിക്കാനും മാറ്റത്തെ ഉൾക്കൊള്ളാനും തയ്യാറാകണം. സോ ഇതിനായി പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കാം. പുതിയ ഐഡിയാസ്, ചലഞ്ചസ് ഇതിനെയെല്ലാം കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ഇത്തരത്തിലുള്ള ശീലങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ സാധിക്കും. സോ പല ആളുകളും ലോകം മുന്നോട്ട് പോകുമ്പോൾ കാലത്തെ ചെറുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ യാതൊരു ഗ്രോത്തോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ ഉണ്ടാക്കിയെടുക്കാനും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അവർക്ക് സാധിക്കാതെ വരുന്നു. സോ ഇതവരുടെ ലൈഫിൽ യാതൊരു മാറ്റമോ
ഗ്രോത്തോ ഇല്ലാതെ സ്വയം ഇല്ലായ്മയിലേക്ക് നയിക്കുന്നു. നമ്പർ 10, ഷെയറിംഗ് നോളജ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ യുവത്വം നിലനിർത്തുകയും ചെയ്യും. സോ ഇതിനായി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഉൾക്കാഴ്ചകൾ പങ്കിടുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കാവുന്നതാണ്. സോ നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പങ്കിടാനും ശ്രമിക്കുക. സോ പലരും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാൻ വേണ്ടത്ര കഴിവോ പ്രാധാന്യമോ തനിക്കില്ലെന്ന് കരുതുകയും അത്തരത്തിൽ തൻ്റെ സമയത്തെയും അതുപോലെ തൻ്റെ അറിവിനെയും സ്വയം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സോ ഇതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്ന പല വാല്യുബിളായ സന്ദേശങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്.